ഹായ്, ഇന്നത്തെ വീഡിയോ വന്നിട്ട് എച്ച് ടാഗിനെ കുറിച്ചിട്ടാണ്. അതായത് ഹെഡർ ടാഗ്. ഹെഡർ ടാഗ് എങ്ങനെയാണ് SEOയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ ആവുന്നത്, അതിൻ്റെ കാര്യങ്ങളാണ് ഈ ഒരു ചെറിയ വീഡിയോയിൽ പറയുന്നത്. സോ നമ്മൾ ഹെഡർ ടാഗ് എന്ന് പറയുന്നത് സാധാരണ നമ്മളൊരു കണ്ടൻറ്റ് എഴുതുമ്പോൾ അല്ലെങ്കിൽ കണ്ടൻറ്റ് നമ്മളൊരു ഡോക്ക് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ നമ്മളതിൽ ഹെഡിങ്സ് കൊടുക്കാറുണ്ട്. ബോൾഡായിട്ട് ഹെഡിങ് 1, ഹെഡിങ് 2 ആ രീതിയിൽ നമ്മൾ കുറച്ച് ഓരോ ഹെഡിങ്സിനും ഓരോ രീതിയിൽ പ്രയോറിറ്റി കൊടുത്തായിരിക്കും നമ്മളതിനെ മാർക്ക് ചെയ്യാറ്. സോ ഇവിടെ അതായത് നമ്മളൊരു കണ്ടൻറ്റ് വെബ് പേജിൽ അപ്ഡേറ്റ് ചെയ്യുന്ന ടൈമിൽ ഈ പറയുന്ന HTML ഹെഡർ ടാഗ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അതിൻ്റെ പ്രയോറിറ്റി അനുസരിച്ച് നമുക്ക് അതിനെ കൊടുക്കുക. ഹെഡർ ടാഗ് HTML ഹെഡർ ടാഗ് യൂസ് ചെയ്തിട്ട്. അപ്പം ഇവിടെ എന്ന് പറയുമ്പം നമുക്ക് H1 to H6 വരെയുള്ള ഹെഡർ ടാഗ് ഓപ്ഷൻസ് ആണ് നമുക്ക് കണ്ടൻറ്റിൽ കൊടുക്കാനായിട്ടുള്ളത്. അതിലെ പ്രയോറിറ്റി അനുസരിച്ച് വരുമ്പം H1-നാണ് പ്രയോറിറ്റി കൂടുതലുള്ളത്. അതുപോലെ ലീസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് H6 വരെയുള്ള H6-നാണ് ലീസ്റ്റ് പ്രയോറിറ്റി വരുന്നത്. സോ നമ്മളെപ്പോഴും മെയിൻ ഹെഡിങ്, അതായത് ആ ടോപ്പിക്ക്, ഒരു നമ്മൾ എന്താണോ ടോപ്പിക്ക് എടുക്കുന്നൊരു അതിൻ്റെ ബ്ലോഗിൻ്റെ ടോപ്പിക്ക്, മെയിൻ ടോപ്പിക്ക് എന്താണോ അതിനായിരിക്കും നമ്മൾ കൂടുതൽ. ബ്ലോഗ് എന്നില്ല, ഇത് എല്ലാ പേജസിലും ആപ്ലിക്കബിൾ ആണ്. ഇത് എല്ലാ പേജസിലും നമ്മൾ ആ ഒരു സ്ട്രക്ചർ കീപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അതിൽ H1 ആയിരിക്കും നമ്മുടെ മെയിൻ ഹെഡിങ്ങിനെ കൊടുക്കുക, H2 അടുത്തത്, അതുപോലെ H3 ആ രീതിയിലായിരിക്കും നമ്മൾ കൊടുക്കുക. സോ ഇവിടെ നമുക്ക് കാണാം, ഇതൊരു പേജിൻ്റെ ഹെഡിങ്സ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇത് SEO 1 ക്ലിക്ക്, മെറ്റ 1 ക്ലിക്ക് എന്ന് പറഞ്ഞിട്ടൊരു ടൂൾ യൂസ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ അതിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ സ്ക്രീൻഷോട്ട് വെച്ചിരിക്കുന്നതാണ്. സോ ഇതിൽ നമുക്കൊരു ഓർഗനൈസ്ഡ് വേ, ഒരു ഹൈറാർക്കി നമുക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ആ ഒരു SEOയിൽ നമുക്ക് ഹെഡിങ് ടാഗ് കൊടുക്കുന്നതുകൊണ്ടുള്ള ഫസ്റ്റ് പ്രയോറിറ്റി, ലൈക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഹൈറാർക്കി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പം ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു റീഡബിലിറ്റിയും കൂട്ടും. അതാണ് സെക്കൻഡ് പാർട്ട്. നമുക്ക് ഹൈറാർക്കി അതുപോലെ തന്നെ ഇതിൻ്റെ റീഡബിലിറ്റി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് കാണാം H1, H2, H2ൻ്റെ അടിയിൽ നമ്മൾ സബ് ഹെഡിങ്സിന് H3 ആണ് കൊടുത്തിരിക്കുന്നത്. H3ൻ്റെ സബ് ഹെഡിങ്സിന് H4 ആണ് കൊടുക്കുന്നത്. ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ അറേഞ്ച് ചെയ്യുക. ചില സമയത്ത് ഈ രീതിയിലുള്ള നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ H3യിലും ചിലവർ അത് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. H3 ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ H2 ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ H1 ഒരുപാടുണ്ടാവും. സോ ഇതിൻ്റെ മെയിൻ ആയിട്ട് നമ്മൾ ഹെഡിങ് ടാഗ്സ് കൊടുക്കുമ്പോൾ പറയുന്ന ഒരു അതായത് SEOയിനെ വെച്ചിട്ട് ഹെഡിങ് ടാഗിൻ്റെ റൂൾ എന്ന് പറയുമ്പം ഒരു വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ഒരു പേജിൽ, വെബ്സൈറ്റിലല്ല ഒരു പേജിൽ നമ്മൾ ഒരു H1 ടാഗ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. എത്ര വേണമെങ്കിലും H2 ടാഗുകൾ നമുക്ക് കൊടുക്കാം, പക്ഷേ H1 എന്ന് പറയുമ്പം ഒരു H1 മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഹെഡർ ടാഗിൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്ക് എന്താണോ ആ ഒരു ടോപ്പിക്ക് നമുക്ക് ഫോക്കസ് ചെയ്തിട്ട് ചെയ്യാം. ഇവിടെ എന്ന് പറയുമ്പം ബെസ്റ്റ് ബ്ലോഗ് സൈറ്റ്സ് ആണ്. സോ ഈ ഹെഡർ ടാഗുകളിൽ അത് ഫോക്കസ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു ബ്ലോഗിൽ എഴുതിയിട്ടുള്ളത്. ബ്ലോഗ് സൈറ്റ്സ്, ബ്ലോഗിങ് സൈറ്റ്സ്, അങ്ങനെയുള്ള അതിൻ്റെ മെയിനായിട്ടുള്ള കീവേഡ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് എഴുതുക. ഇതൊരിക്കലും സ്റ്റഫിങ് എന്ന രീതിയിലേക്ക് പോകാൻ പാടില്ല. കീവേഡ് സ്റ്റഫിങ് അവിടെ ഒരു ഇഷ്യൂ ആയിട്ട് വരും. നമ്മൾ ചെയ്യുമ്പം എപ്പോഴും ആ ഒരു നമ്മൾ വേണ്ട രീതിയിൽ മാത്രമേ ചെയ്യാവുള്ളൂ, ഓവറായിട്ട് ചെയ്ത് വെക്കാൻ പാടില്ല. സോ ഈ ഒരു H ടാഗുകൾ കൊടുക്കുമ്പം അത് ഗൂഗിൾ ബോട്ട്സ് അതിനെ കൂടുതൽ നമുക്കത് റീഡബിലിറ്റി കിട്ടുന്ന പോലെ തന്നെ ഗൂഗിൾ ബോട്ട്സിനും അതിൻ്റെ റീഡബിലിറ്റി കൂടുതൽ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന ഈ പറയുന്ന H ടാഗുകൾക്കായിരിക്കും. അപ്പം നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് കീവേഡ് കൊടുക്കുമ്പം അതിനും ഒരു റീഡബിലിറ്റി ഓപ്ഷൻസ് കൂടുതൽ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതാണ് H ടാഗിൽ നമ്മൾ കീവേഡ് ഇൻക്ലൂഡ് ചെയ്ത് എഴുതുന്നത് നല്ലതാണെന്ന് പറയുന്നത്. പക്ഷേ അതൊരു ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുമ്പോഴും ഒരിക്കലും കീവേഡ് സ്റ്റഫിങ്ങിലേക്ക് പോകാനായിട്ട് പാടില്ല. അപ്പം ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം ഇതൊക്കെയാണ്. നമുക്ക് ആ ഒരു റീഡബിലിറ്റി, ഹൈറാർക്കി നമുക്ക് പേഴ്സണലി നമുക്ക് അതായത് റീഡേഴ്സിന് പറ്റും. അതുപോലെ തന്നെ ബോട്ടുകൾക്കും ഈ പറയുന്ന റീഡബിലിറ്റി ഈസി ആയിട്ട് വരും. അതുകൊണ്ട് തന്നെ അവർ പ്രയോറിറ്റി കൊടുത്തിട്ടായിരിക്കും H ടാഗുകൾ എടുക്കുക. അപ്പോൾ നമുക്ക് കീവേഡ്സ് അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഒരു H ടാഗ് മാത്രമേ ഒരു പേജിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള H2, H3 ഒക്കെ കൊടുക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഇതേ രീതിയിൽ കീപ്പ് ചെയ്ത് പോവുക. H3ൻ്റെ അടിയിൽ H4, H4ൻ്റെ താഴെ H5, H6 അങ്ങനെ രീതിയിൽ വേണം നമ്മൾ കൊടുത്തു പോകാനായിട്ട്. അല്ല ഇത് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്ട്രക്ചർ ബ്രേക്ക് തന്നെ ആവും. ഇത് ഇങ്ങനെ തന്നെ പാറ്റേൺ ഫോളോ ചെയ്ത് പോകണം എന്ന് അങ്ങനൊരു റൂളായിട്ട് SEOയിൽ പറയുന്നുണ്ടെങ്കിലും എല്ലാവരും ഈ പറയുന്ന പോലെ ഇങ്ങനെ കൊടുക്കണം എന്നില്ല. പക്ഷേ അതൊരു ബെസ്റ്റ് പ്രാക്ടീസ് എന്ന രീതിയിൽ നമുക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകുന്നത് തന്നെയായിരിക്കും എപ്പോഴും ബെറ്റർ ആയിട്ട് ഓപ്ഷൻ ഉള്ളത്. നമുക്കത് ചെക്ക് ചെയ്യാൻ പറ്റും. ഓരോ ടൂൾ അനുസരിച്ച് നമുക്കിപ്പം ഒരു SEO ഓഡിറ്റ് ഒരു പേജിൽ ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന എക്സ്റ്റൻഷൻ ടൂളുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക്
ഇതിൻ്റെ ചെക്ക് ചെയ്യാൻ കറക്റ്റായിട്ടുള്ള രീതിയിലാണോ പ്രോപ്പർ വേയിലാണോ എന്ന് നമുക്ക് കോഡിൻ്റെ ഉള്ളിൽ പോകാതെ അല്ലെങ്കിൽ ബാക്ക് എൻഡ് ഡാഷ്ബോർഡിൽ പോകാതെ നമുക്ക് ഇങ്ങനെയുള്ള ടൂളുകൾ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചില ടൂളുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എന്താ പറയുക H1 ഡബിൾ ആയിട്ടുള്ള H1 ഉണ്ടെന്ന് പറയുന്നതും ചില സമയത്ത് അവിടെ ഒരു ഇഷ്യൂ ആയിട്ട് കാണിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. മൾട്ടിപ്പിൾ H1 ഡിറ്റക്റ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്യൂ കാണിക്കാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു പ്രോപ്പർ വേയിൽ പോവുകയാണെങ്കിൽ ഈ ഒരു സ്ട്രക്ചർ കീപ്പ് ചെയ്യുക, ഒരു H1 പെർ പേജ് എന്നുള്ള രീതിയിൽ ഫോളോ ചെയ്തിട്ട് അങ്ങനെ നമുക്ക് #ടാഗ് നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്ത് എടുക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയാം. അപ്പോൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. H1 ഒഴിവാക്കുക, അതുപോലെ തന്നെ കീവേഡ് സ്റ്റഫിങ് ഒഴിവാക്കി വെക്കുക. പിന്നെ സ്റ്റൈലിങ്ങിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് കണ്ടൻറ്റ് സ്ട്രക്ചർ മാറ്റാത്ത രീതിയിൽ നോക്കുക. കൂടുതൽ ഇമ്പോർട്ടൻസ് കണ്ടൻറ്റ്